Hello everyone, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്കേർട്ടാണ്. ഫ്രില്ലുള്ള ഒരു അംബ്രല്ല സ്കേർട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന തുണി. ഒരു 3 മീറ്ററോളം എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ലൈനിങ് വേണം, പിന്നെ ഒരു സിബറും കൂടെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കട്ട് ചെയ്ത് നോക്കാം, പിന്നെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ കഴിയുന്നത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെയും സ്റ്റിച്ചിങ് വീഡിയോസ് ഉണ്ട്, അതും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്കേർട്ടിൻ്റെ മെഷർമെൻറ്റ് അരവണ്ണം 30 ഇഞ്ച്, താഴേക്കുള്ള ഇറക്കം 38 ഇഞ്ചുമാണ്. അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ കുറച്ചും കൂടെ തുണി നിങ്ങൾ എടുക്കുക. ഒരു 3-4 മീറ്ററോ എടുക്കുക. എനിക്ക് ഇത്രയും തുണി മതി. പിന്നെ ആദ്യം ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് അരപ്പട്ടയാണ്, അതായത് നമ്മൾ അരയിൽ വെക്കുന്ന പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4.5 ഇഞ്ചാണ് ഞാനിവിടെ അരപ്പട്ട മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ അരപ്പട്ട എന്ന് പറയുന്നതിൻ്റെ നീളം ഒരു നമ്മുടെ അരവണ്ണവും പിന്നെ ഒരു കെട്ടും കൂടെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാനെന്ന് വെച്ചാൽ ഈ തുണിയുടെ അതേ വീതിയിൽ ഒരു പീസ് എടുക്കുകയാണ്, ഇത്രയും നീളത്തിൽ 4.5 ഇഞ്ചിൽ. അപ്പോൾ എനിക്ക് അരവണ്ണവും പിന്നെ അതുപോലെ ഒരു കെട്ടും കൂടെ വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നീളത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി ഈ ബാക്കിയുള്ള തുണിയിലാണ് അംബ്രല്ല കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ഇത് നടു മടക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം ഒന്ന് നടു മടക്കിയതിന് ശേഷം പിന്നെ അത് ഡയഗണലായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കും. അതിന് ശേഷമാണ് നമ്മൾ അംബ്രല്ല സ്കേർട്ട് അതിൽ കട്ട് ചെയ്യുക. അപ്പോൾ അത് ആദ്യം മടക്കി ഈ ഡയഗണലായിട്ടുള്ള ഷേപ്പിൽ മടക്കിയിട്ട് നമുക്ക് അതിൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ ഞാനൊരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. നമുക്കൊരു ഷേപ്പ് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഇവിടുന്ന് താഴത്തേക്ക് ഞാൻ സ്കേർട്ടിൻ്റെ നീളം, അതായത് ഒരു 28 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാണ്. ഒരു 29 ആയാലും 30 ആയാലും കുഴപ്പമില്ല, തയ്യൽ തുമ്പ് പോവും. അപ്പോൾ നമുക്ക് താഴെ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഫ്രില്ലാണ്. അപ്പോൾ ഇതാണ് ബാക്കിയുള്ള തുണിയുള്ളത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫ്രില്ലിൻ്റെ വീതി ഞാൻ 10 ഇഞ്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാക്സിമം ഈ ബാക്കിയുള്ള തുണിയിൽ 10 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ ഈ ഫ്രില്ലിന് വേണ്ടിയിട്ട്. ഇത് ലൈനിങ് ആണ്, ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ അംബ്രല്ലയുടെ അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഈ ലൈനിങ് കട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ വെറുതെ ഒരു പീസ് കട്ട് ചെയ്യുക, കുറച്ച് നീളത്തിലും വീതിയിലും. അതായത് ഞാനിവിടെ താഴെ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 35 ഇഞ്ചാണ് താഴത്തേക്കുള്ള ഇറക്കം. പിന്നെ വീതി ഒരു 55 എടുത്തിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഫ്രിൽസ് ഇട്ടിട്ട് അല്ലെങ്കിൽ റഫിൾസ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഇതുപോലെയും നമുക്ക് കട്ട് ചെയ്യാം. ഞാനിത് റഫിൾസ് ഇട്ടിട്ടാണ് ലൈനിങ് ചെയ്യണത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഈ ലൈനിങ് ഈ മെയിൻ തുണിയിൽ പിടിപ്പിക്കാം. അതിനുവേണ്ടി നമുക്കാദ്യം ഫ്രിൽസ് ചെയ്യാം. ഒരു സ്റ്റിച്ച് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഒരു നൂല് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു റഫിൾസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഈ ഒരു നൂല് പിടിച്ച് വലിച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് റഫിൾസ് ഇത് ഇങ്ങനെ കിട്ടും. ഇത് വേണ്ടാന്നുള്ളവർക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ടിട്ടും ചെയ്യാൻ പറ്റും. ഉള്ളിൽ റഫിൾസായിട്ട് ആണ് ലൈനിങ് വെക്കണമെന്നുണ്ടെങ്കിൽ. ഇനി ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അരവണ്ണത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ തുണി. എന്നിട്ട് നമുക്കതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെറുതെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ സ്റ്റിച്ച് ഇടാണ്ട് ഇവിടെ നമുക്ക് സിബ്ബർ പിടിപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് സിബ്ബർ വയ്ക്കണം. ആദ്യം തന്നെ സിബ്ബറിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് എടുക്കാം. എനിക്കൊരു 7.5 വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഞാനിവിടെ 7 മാർക്ക് ചെയ്തിരിക്കുന്നത്. എൻ്റെ സിബിൻ്റെ നീളം 7.5, പക്ഷേ ഞാൻ 7 ഇവിടെ മാർക്ക് ചെയ്ത്, കാരണം ഞാൻ അത്രേ വെക്കണുള്ളൂ, അത്ര നീളത്തിൽ വെക്കണുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങളും മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ 2 സൈഡും കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിത് ഒരുമിച്ച് അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുകയല്ല, ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം അതെങ്ങനെയാണ് കാണിക്കാം. ലൈനിങ്ങിലും സിബ്ബറിൻ്റെ മാർക്ക് ചെയ്യണം, അത് ശ്രദ്ധിക്കാം. ഇത് ഇങ്ങനെ തന്നെ പിടിച്ചതിന് ശേഷം, നല്ല ഭാഗമാണ് കേട്ടോ അത്, ഇതിങ്ങനെ വരയ്ക്കാം. ഇനി നമ്മൾക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ലൈനിങ്ങിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. ഈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ സിപ്പ്, അതുവരെ സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ഇതാ ഇവിടെ സിബ്ബറിൻ്റെ മാർക്കില്ലേ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സ്റ്റിച്ച് ചെയ്യുക. കാരണം സിബ്ബ് വയ്ക്കാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇവിടെ ആണ് ഒരു ഗ്യാപ്പ് വരിക, ഇങ്ങനെ അത് ചെയ്യാം. ഇനി നമുക്ക് സിബ്ബർ പിടിപ്പിക്കാം. അപ്പോൾ ഇതാണല്ലോ ഫ്രണ്ട്, ഇതാ. ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ബാക്ക് സൈഡാണ്, ഒന്നുമില്ല, ഇതാ. ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങനെയാണ് വരിക, കണ്ടോ. സിബ്ബർ ഫൂട്ട് ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ലൈനിങ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യരുത്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണെന്ന് പറയാം. സിബ്ബർ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, ഇതാ ഉള്ളിൽ ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ലൈനിങ് ഇതാ ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്യാണ്. അത് ഞാനിവിടെ കൈത്തുന്നലുകൊണ്ട്, അതായത് സൂചി നൂലെടുത്ത് ഒന്ന് പതുക്കെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പോണത്. അത് സാധാരണ നമ്മൾ കൈത്തുന്നലൊക്കെ തുന്നുന്ന പോലെ ഇതിനകത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതുക്കെ ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. ഒരുപാട് അങ്ങ് തുന്നണ്ട, ഇടയ്ക്കിടയ്ക്ക് ഓരോ തുന്നലിട്ട് ഇതുവരെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സിബിൻ്റെ മുകളിൽ മാത്രമാണ് തുന്നാൻ പാടുള്ളൂ, ഇതിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ ആവാൻ പാടില്ല. തീരെ സ്റ്റിച്ച് കാണാതിരിക്കാനാണ് ഇങ്ങനെ ഞാൻ ഈ സിബ് ഇങ്ങനെ തരത്തിൽ വെച്ചത്. അല്ലാതെയും വയ്ക്കാം, സാധാരണ പോലെ ലൈനിങ്ങിൻ്റെ കൂടെ കൂട്ടി വയ്ക്കുകയും ചെയ്യാം. ഇതിപ്പോൾ തീരെ സ്റ്റിച്ചൊന്നും കാണാതെ ഇൻവിസിബിളായിട്ട് ഈ സിപ്പ് ഇരിക്കും, ഉള്ളിലും അതുപോലെ തന്നെ പുറത്തും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ അരപ്പട്ട വയ്ക്കുകയാണ്. കുറച്ച് കെട്ടാനുള്ള ഒരു നീളം ഇതാ, ഞാനിപ്പോൾ ഇത്രത്തോളം വിട്ടിട്ടാണ് ഇതിന് അരപ്പട്ട ഇതാ ഇവിടെ നിന്ന് ഈ സിബിൻ്റെ ഇതാ ഈ ഭാഗത്തു നിന്ന് ഇതിനെ വെച്ച് കൊടുക്കാം. സാധാരണ നമ്മൾ അരപ്പട്ട വയ്ക്കണം, പിന്നെ മടക്കി ഇങ്ങനെ വയ്ക്കാം. അതോടൊപ്പം ഇവിടെ ഒന്ന് മടക്കി തയ്ക്കാം. ഇനി അത് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രില്ല് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടല്ലോ കുറച്ച് പീസ്, അത് ഞാൻ എല്ലാം കൂട്ടി യോജിപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഭാഗം ഒന്ന് അരികൊക്കെ ഒന്ന് മടക്കി തയ്ക്കുക. ഇതിപ്പോൾ ഞാൻ ഇൻ്റർലോക്കാണ് ചെയ്തേക്കുന്നത്. ഇൻ്റർലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മെഷീനിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു ഭാഗം മാത്രം തൽക്കാലം ഒന്ന് അരികൊക്കെ ഒന്ന് മടക്കി തയ്ക്കുക. പിന്നെ അതേ ഭാഗത്ത് തന്നെ നമ്മൾ റഫിൾസ് ചെയ്യാനുള്ള സ്റ്റിച്ചും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതേ സൈഡിൽ തന്നെയാണ് ഞാനിവിടെ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും മുന്നത്തെ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ തന്നെ റഫിൾസ് ചെയ്യാൻ ഇതേ ഈ നൂല് പിടിച്ച് വലിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് പ്ലീറ്റ്സ് ഇടണമെങ്കിൽ പ്ലീറ്റ്സ് ഇടാം, വെറുതെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റഫിൾസ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ പാവാടയുടെ, അതായത് സ്കേർട്ടിൻ്റെ താഴെയുള്ള ഭാഗം ഇവിടെയാണ് പിടിപ്പിക്കാൻ പോകുന്നല്ലോ. അപ്പോൾ അതേ പാകത്തിനാക്കിയെടുക്കുക. അത് നമുക്ക് അത് ചെയ്യാം. ഫ്രിൽസൊക്കെ ഞാൻ ചെയ്തു പാകമാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ താഴെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് സാധാരണ ഉള്ളിൽ നിന്നാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വെച്ചിട്ടുള്ളത് ഫ്രിൽസ്. ഇതിപ്പോൾ ഞാൻ മുകളിൽ ഇതെങ്ങനെ വെക്കാൻ പോകുന്നത്. ഇവിടെ മുകളിൽ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കും. റഫിൾസ് ഞാനിതിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് താഴെ. പിന്നെ ഇതാ അരികൊക്കെ താഴെ ഇൻ്റർലോക്ക് ചെയ്തു, മടക്കി തയ്ച്ചാലും മതി. അപ്പം ഇങ്ങനെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങളുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട്. കുറച്ചും കൂടെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെയറും അതുപോലെ നമുക്ക് കൂടുതൽ ഫ്രില്ലൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.